ടു അവർ ചാനൽ. ഇത് നമ്മുടെ കുട്ടി ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയുള്ളൊരു ദിവസം, സമയം 4:45. പറഞ്ഞതിലും 15 മിനിറ്റ് നേരത്തെ ഇറങ്ങി. ആദ്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കാണിക്കയിട്ട് തൊഴുതു. അതിനുശേഷം നമ്മുടെ യാത്ര ആരംഭിച്ചു. പെട്രോൾ അടിക്കുകയായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അങ്ങനെ ചേർത്തല പെട്രോൾ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഈ യാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മളന്ന് പോകുന്ന പ്രതീക്ഷയല്ലായിരുന്നു. കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഈ യാത്ര പോകണ്ടെന്ന് കരുതിയിരുന്നതായിരുന്നു. പിന്നെയും നമ്മുടെ മനസ്സനുവദിച്ചില്ല, പ്രത്യേകിച്ച് എൻ്റെ. ഞാൻ ഈ വർഷത്തെ കലണ്ടർ കിട്ടിയപ്പോഴേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണിത്. നോർമലി ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല. ആ ഒരു ലിസ്റ്റിൽ ഇതും പെടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ രണ്ടും കൽപ്പിച്ച് നമ്മളിങ്ങ് ഇറങ്ങി. യാത്ര പോകുന്നതുകൊണ്ടായിരിക്കും തലേദിവസം ഉറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ എണ്ണിക്കാൻ പറ്റി. പറഞ്ഞതിലും 15 മിനിറ്റ് നേരത്തെ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങി. അതുകൊണ്ട് എന്താ, നമുക്ക് വലിയ ട്രാഫിക്കൊന്നും അരൂർ ഭാഗത്ത് കിട്ടിയില്ല. നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ആതിരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം. എന്തുകൊണ്ട് ആതിരപ്പള്ളി സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ആതിരപ്പള്ളി പോയിട്ടുണ്ട്, പക്ഷെ ചേട്ടൻ്റെ ആദ്യത്തെ ആതിരപ്പള്ളി യാത്രയാണ്. ഇതിന് കുറച്ച് നാൾ മുമ്പ് നമ്മൾ കസിൻസൊക്കെ ആയിട്ട് പോകാനൊന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. നമ്മൾ രണ്ടുപേരും ചേർന്നൊരു ട്രിപ്പ് പോയിട്ട് കുറേ നാളായി, ഏകദേശം 2 വർഷമായി. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഊട്ടി പോയായിരുന്നു. അതിനുശേഷം നമ്മൾ ലോങ് ട്രിപ്പ് എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നല്ല മഴ മുന്നറിയിപ്പുള്ള സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ ജില്ലയ്ക്ക് അന്ന് റെഡ് അലേർട്ട് ആയിരുന്നെന്ന് തോന്നുന്നു. മഴ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു നമ്മൾ എത്തുന്നിടം വരെ. അതിരപ്പള്ളി എത്തുന്നിടം വരെ ചാറി ചാറി നിൽക്കുമായിരുന്നു, എങ്കിലും മഴ മാറിയിട്ടില്ലായിരുന്നു. രാവിലെ വന്നതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. മഴ ആയതുകൊണ്ട് തന്നെ റോഡ് ഭയങ്കര മോശമായിരുന്നു. കുണ്ടും കുഴിയും, കുഴിയിൽ നിറച്ച് വെള്ളവും, നമുക്ക് കുഴി കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ വന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കോട കാണാൻ പറ്റി. നല്ലൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റി. വാട്ടർഫോൾസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിൽ തന്നെ കവാടത്തിലൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്നും എടുക്കാം. നമ്മൾ വാട്ടർഫോൾസ് എത്തുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അഡൽറ്റിന് 50 രൂപയായിരുന്നു. പ്ലസ് നമ്മുടെ വെഹിക്കിൾ ഏതാണോ അതിനും ചാർജ് ചെയ്യുന്നുണ്ട്. മൊത്തം നമുക്കായിട്ടുണ്ടായിരുന്നത് 160 രൂപയായിരുന്നു. മാത്രമല്ല ഈ ടിക്കറ്റിൽ നമുക്ക് വാഴച്ചാൽ വാട്ടർഫോൾസും കാണാൻ പറ്റും. ഞങ്ങൾ വാഴച്ചാൽ പോയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അതിരപ്പള്ളി മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് ക്ലൈമറ്റ് ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നില്ല, നല്ല മഴയൊക്കെ വരുന്ന ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ കഴിച്ചിട്ട് വരണമായിരുന്നു. ഏകദേശം ഒരു 8:30-8:45 ആയപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി അവിടെ ഒരു ഹോട്ടലിൽ കയറി. നമ്മൾ ഫുഡ് കഴിക്കാതെ കയറിയ ഇൻ കേസ് മഴ വല്ലതും ആണെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ലേറ്റ് ആവുമോ എന്ന് പേടിച്ച് ഞങ്ങൾ ആ ഒരു ഹോട്ടലിൽ തന്നെ കയറി. അവിടെ ആദ്യം നമ്മൾ കയറി വാഷ്റൂം ഒന്നും യൂസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് പോയി. അതിൻ്റെ താഴെ ഒരു ലേഡീസ് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, ജെൻസിനും സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് വീണ്ടും ഹോട്ടലിൽ തന്നെ വന്നു. ഹോട്ടലിൽ വന്നിട്ട് ചേട്ടൻ അപ്പമാണ് ഓർഡർ ചെയ്തത്, അപ്പവും ഗ്രീൻ പീസും.
ഞാൻ ചപ്പാത്തിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ല മോശം ഫുഡായിരുന്നു. അപ്പോൾ അതിരപ്പള്ളി പോകുന്നവർ തീർച്ചയായിട്ടും കഴിച്ചിട്ട് പോകാൻ ശ്രമിക്കുക രാവിലെ. അവിടെ ചെന്ന് കഴിക്കുക, അവിടുത്തെ ഫുഡ് മോശമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ചേട്ടൻ്റെ അപ്പം ഭയങ്കര മോശമായിരുന്നു. എൻ്റെ ചപ്പാത്തി വലിയ കുഴപ്പമില്ലായിരുന്നു, എങ്കിലും കൊള്ളില്ലായിരുന്നു. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡായതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു ഫുഡിനൊക്കെ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കയറേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വെളിയിലൊക്കെ പോയാൽ ശരവണ ഭവൻ, ആനന്ദ് ഭവൻ അങ്ങനത്തെ കുറച്ച് ഹോട്ടൽസാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അകത്ത് കയറി. നമ്മൾ കയറിയപ്പോഴും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ നേരത്തെ എത്തിയല്ലോ. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എന്തായാലും അതിനുള്ളിൽ കയറി. അങ്ങനെ നമ്മളിതാ നടക്കാൻ തുടങ്ങി. എനിക്കിവിടെ തോന്നിയത് വേറെ തമിഴ്നാട് എന്തോ പോയൊരു ഫീലായിരുന്നു, കാരണം അവിടെ ഫുൾ തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു. ഞങ്ങൾ വലിയ കാര്യത്തെ പറഞ്ഞിട്ട് പോയേ അവിടെ ഒന്നും അധികം ആൾ കാണത്തില്ല, വെള്ളത്തിലിറക്കില്ല, മഴയൊക്കെ ഉള്ളതല്ലേ, ആരും അങ്ങനെ അധികം വന്ന് കാണത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ അവിടെ നിറച്ച ആളായിരുന്നു. നമ്മൾ ആ ടൈമിൽ പോയിട്ടും അവിടെ നിറച്ച ആളായിരുന്നു. 8 മണി തൊട്ട് എന്തോ ആണ് അവിടെ ഓപ്പണിങ്. നമ്മൾ ഏകദേശം ഒരു 9 മണി ആയപ്പോഴേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാമെന്ന് എഴുതിയിട്ട് താഴോട്ട് ഇറങ്ങി. നമുക്ക് വേണമെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ സൈഡിൽ പോയി നിൽക്കാം. അപ്പോൾ നല്ല കുറച്ചുകൂടി അടിപൊളി വ്യൂ കിട്ടും. പക്ഷെ നമ്മൾ താഴെ കയറിയാൽ മേളിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയില്ല, റിസ്ക് എടുക്കണ്ടെന്ന് കരുതി. വേറെ കുറച്ച് സ്ഥലത്തോട്ട് നമുക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ക്ഷീണിച്ച് പോയാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്നു, കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് അവിടെ നിന്നു. വാട്ടർഫോൾസ് അടുത്ത് കാണാൻ വേണ്ടി താഴോട്ട് ഇറങ്ങായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് കയറി. ഈ താഴോട്ട് ഇറങ്ങുന്ന പോലെയല്ല, കയറുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്, മേളിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചിറങ്ങാൻ പോകണം. തിരിച്ചിറങ്ങിയപ്പോഴാണ് അവിടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചൊരു ചേച്ചിയെ കണ്ടു. ആ ചേച്ചിയെ കണ്ട എന്തിനാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്.